ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടാനിടയില്ല, ചില വോട്ടുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വന്നതിന് ശേഷം ആ ആത്മവിശ്വാസത്തിന്റെ തോത് കൂടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ശശി തരൂരും ഒക്കെ മണ്ഡലത്തിൽ വന്നത്. നമുക്ക് ആത്മവിശ്വാസക്കുറവില്ല. സിസ്റ്റമാറ്റിക്കായി ചിട്ടയോടുകൂടി സംഘടനാ പ്രവർത്തനം നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആ പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന് ഒരു കുറവും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അവസാന ഫേസിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് UDFന്റെ പ്രചാരണം വലിയ രീതിയിൽ ഇവിടെ ആവേശം കൊള്ളിച്ചു. എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF നേതൃത്വം? രാഹുൽ ഗാന്ധി വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം UDFന്റെ കൊഴുപ്പിച്ചു എന്ന് നിങ്ങൾ പറയുമ്പം പ്രകാശ് കാരട്ട് അടക്കമുള്ള നേതാക്കന്മാർ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരുന്നു. മുൻപ് സൂചിപ്പിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനം, കുടുംബയോഗങ്ങൾ, 4 ദിവസക്കാലം സ്ഥാനാർത്ഥിയുടെ പര്യടനം, ശരാശരി ഒരു ദിവസം 45 പോയിന്റുകളിൽ പര്യടനം നടത്തി എല്ലാ സ്ഥലങ്ങളിലും ആവേശകരമായ ഒരു വരവേൽപ്പാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉയർന്നു വന്നിട്ടുണ്ട്. ജയിക്കും എന്ന ആത്മവിശ്വാസം ഈ പ്രവർത്തനങ്ങളിലൂടെ കൈവരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടാനിടയില്ല, ചില വോട്ടുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വന്നതിന് ശേഷം ആ ആത്മവിശ്വാസത്തിന്റെ തോത് കൂടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ശശി തരൂരും ഒക്കെ മണ്ഡലത്തിൽ വന്നത്. നമുക്ക് ആത്മവിശ്വാസക്കുറവില്ല. സിസ്റ്റമാറ്റിക്കായി ചിട്ടയോടുകൂടി സംഘടനാ പ്രവർത്തനം നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആ പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന് ഒരു കുറവും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഈ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് UDFനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു അയഞ്ഞ മട്ടിലുള്ള പ്രചാരണമാണെന്ന് പ്രാദേശിക LDF നേതാക്കളൊക്കെ പിന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ സ്ഥാനാർത്ഥിക്ക്? BJPക്ക് നിലവിലുള്ള അവരുടെ സംഘടനാ സ്വാധീനം അനുസരിച്ച് ഒരു പ്രവർത്തനം ഉയർന്നു വരുന്നതായി കാണുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ BJPയുടെ വോട്ട് പർച്ചേസ് ചെയ്യുന്നൊരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. അതേ ശൈലി തന്നെയാവാം ഈ പ്രശ്നത്തിലും ഉള്ളത് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങനൊരു മുൻകാല ചരിത്രമുണ്ടോ പുതുപ്പള്ളി? മുൻകാല ചരിത്രമുണ്ടല്ലോ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതാണ്ട് ഒരു 16-17 വോട്ട് പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലുണ്ട്. പലപ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് പകുതി മാത്രമേ ലഭിക്കാറുള്ളൂ. അപ്പം ഏതായാലും ആ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാവാൻ സാധ്യതയില്ല. പലപ്പോഴും UDFന് അനുകൂലമായി വരുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിനാണ് പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി. BJPയും കോൺഗ്രസും തമ്മിൽ ചില അടിയൊഴുക്കുകൾ നടത്തുന്നുണ്ടോ എന്നുള്ള ഗൗരവ തരത്തിലുള്ള ആരോപണവും LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നു. അനന്തു സുരേഷിനോടൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും ജോസി ബാബു, മീഡിയ.